അവർ യഥാർത്ഥ കൃഷിക്കാരൻ്റെ പ്രശ്നം മനസ്സിലാക്കണം, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒരു 10 പശു മുകളിലേക്ക് വളർത്തുന്ന ഒരു കൃഷിക്കാരനും ഈ ആനുകൂല്യം കിട്ടാൻ സാധ്യതയില്ല. ഒരു കൃഷിക്കാരനും താഴെ പോയാൽ പിന്നെ അവന് ഉദ്ധരിക്കപ്പെടാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇവിടെ കൃഷിക്കാരെ നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തണം. നല്ല പാല് കൊടുത്താൽ പൈസ കൊടുത്ത് വാങ്ങാൻ ഇവിടുത്തെ ജനം തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു സബ്സിഡിയും വേണ്ട. ഈ പറയുന്ന 65 രൂപ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സബ്സിഡികൾ മിൽമയോ അല്ലെങ്കിൽ അതുപോലത്തെ സംഘങ്ങൾക്ക് സർക്കാർ കൊടുത്തോട്ടെ. ഫാം നടത്തി നമ്മൾ അവസാനം തോറ്റുപോകുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊരു അവസാന ശ്രമം എന്ന നിലയിൽ ഒരു 2 മാസമായിട്ട് തുടങ്ങി വെച്ചേക്കുന്ന കാര്യമാണ്. നമ്മുടെ ക്ഷീരമേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ മേഖല വളരെ കൊഴിഞ്ഞുപോക്കിൻ്റെ ഒരു വക്കിലേക്കാണ്. ഇതുപോലൊരു പ്രതിസന്ധി കഴിഞ്ഞ കാലങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാർഷിക മേഖലയിലും ഇത്രയും കൊഴിഞ്ഞുപോക്കും ഉണ്ടായിട്ടില്ല. അതിന് എൻ്റെ അനുഭവവും അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് 2010 മുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൂടാതെ തന്നെ ഏതാണ്ട് 130ഓളം കൃഷിക്കാർ പാലളക്കുന്ന സംഘത്തിൻ്റെ പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ 2 നിലയിലും നമുക്ക് അതിനെ പഠിക്കാൻ സാധ്യമായതുകൊണ്ട് എന്ന് വെച്ചാൽ, ഒന്ന്, ഈ മേഖലയിൽ കേരളത്തിൽ അന്യസംസ്ഥാനത്തിനെ ആശ്രയിച്ചാണ് എല്ലാ സാധനങ്ങളും കേരളത്തിലേക്ക് എത്തുന്നത്. കാലിത്തീറ്റയുടെ വർധനവ് 5 വർഷവും കൊണ്ടുണ്ടായത് 50% മുകളിലാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ കൂലിയിലും ഭീമമായൊരു മാറ്റം സംഭവിച്ചു. അത് നമ്മൾ പശുക്കളൊക്കെ ഒരു 5 വർഷം മുമ്പ് ഒരു സാധാരണ ആവറേജ് കാലത്ത് 2 നേരം കൂടി 20 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് ഒരു 60,000 65,000 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നത് ഇപ്പോൾ 1,20,000 1,30,000. അപ്പോൾ നമുക്ക് ഒരു പശു വളർത്തുന്നതിന് 10 പശു വളർത്തുന്നതിന് ഇരട്ടി വിലയാണ് ഒരു പശുവിന് ആയത്. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പശുവിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഒരു പുറത്തു വിടാത്ത ഒരു പഠന റിപ്പോർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരമാണ് എങ്കിൽ ഏതാണ്ട് 50% താഴെ, അതായത് 100 പശു ഉണ്ടായിരുന്ന 5 കൊല്ലം മുമ്പ് ഇപ്പോൾ അത് 50 പശുവിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇനിയും ഈ മേഖലയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് തന്നെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതിന് 2 പ്രത്യേക കാര്യങ്ങളുണ്ട്. ഒന്ന്, തീറ്റപ്പുൽ കൃഷി കേരളത്തിൽ ഒരിക്കലും സാധ്യമല്ല. കേരളത്തിലെ സ്ഥലത്തിൻ്റെ വാല്യൂവും കാര്യങ്ങളും കാലാവസ്ഥ വ്യതിയാനമൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു കാരണവശാലും നമുക്ക് തീറ്റപ്പുല്ല് കൊടുത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുത്ത് അത് വെട്ടിയെടുത്ത് അതിൻ്റെ ചെലവ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് കന്നാര പോലെയാണ്. കന്നാര നമ്മൾ ഒരു 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ തോട്ടം ഒഴിവാക്കുന്നതിന് 10,000-10,000 രൂപ കൃഷിക്കാരന് കൊടുത്തുകൊണ്ടിരുന്ന തോട്ട ഉടമകൾ ഇപ്പോൾ 10,000-30,000 രൂപ ഒരു ഏക്കർ സ്ഥലത്ത് തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരുന്ന ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കന്നാര വരെയും പൈസ കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അത് കൂടാതെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, മഴ തുടങ്ങിയാൽ ശക്തമായ മഴയും, വേനലായി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ശക്തമായ ചൂടാണ്. അപ്പോൾ പാലുൽപാദനം കുറയും, അസുഖങ്ങൾ കൂടും. പിന്നെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ കൂട്ട് തന്നെ മൃഗങ്ങൾക്കും രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ നയം അനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പശു കൊണ്ടുവന്ന് ഇവിടെ വളർത്തണം എന്നുള്ളൊരു നിയമം, അത് എന്തെങ്കിൽ പുറത്തുനിന്ന് പശു മേടിച്ച് ആണ് കേരളത്തിൽ പശു സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കും അവരുടെ പഠന റിപ്പോർട്ട് കണ്ട് അല്ലെങ്കിൽ അവർ ഉദ്യോഗസ്ഥന്മാരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാണെന്ന് അവർക്ക് തോന്നിക്കാണും. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് ഒരു കൃഷിക്കാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ കൃഷിക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഇവിടെ ഈ അസുഖങ്ങൾ കൂടുതൽ വന്നത് തമിഴ്നാട് പോലെയുള്ള സ്ഥലത്തു നിന്ന് ഈ സ്കീമുകളാണ്. ആണ്ടിൽ വരുന്ന സ്കീമുകൾ തമിഴ്നാടുകാർ വളരെ പഠിച്ചുകൊണ്ടിരിക്കുക. അവർ കേരളത്തിൽ നിന്ന് പശു മേടിച്ചിട്ട് മോശമായ പശുക്കളെ ഈ സ്കീമുകാർക്ക് കൊടുത്ത് അവരുടെ അസുഖമുള്ള പശുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരോ നമ്മുടെ ക്ഷീരവികസന ഡിപ്പാർട്ട്മെൻറ്റോ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളെ ഒന്നും ഇവിടെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളല്ല. ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ 3, 4, 5, 10 ദിവസം ആകുമ്പോഴേക്കും
നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അറവുശാലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കൃഷിക്കാരൻ്റെ കുറ്റമല്ല. അതിന് ഒരു പശുവിനെ വളർത്തിയെടുക്കുന്ന ഇത് ഒരു 4 ലിറ്റർ പാല്, 15 ലിറ്റർ പാലോ 16 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിന് 4 ലിറ്റർ പാല് ക്രാവിന് കൊടുത്ത് ക്രാവിനെ വളർത്തിയാൽ ആ കൃഷിക്കാരനെ സംബന്ധിച്ച് ആ ഫാം ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പോൾ അവനിവിടെ ഉണ്ടാകുന്ന കാര്യസമ്പത്തിനെ അവൻ്റെ മനസ്സിൻ്റെ താല്പര്യം കൊണ്ടല്ല, നിവൃത്തികേട് കൊണ്ട് അവൻ വിറ്റഴിച്ച് കളയുകയാണ്. അപ്പോൾ സർക്കാർ ഈ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ കാലിത്തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്സിഡി കൊണ്ടുവരും. അത് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും പഞ്ചായത്തുകൾ ഒരു മീറ്റിംഗ് കൂടി കൊടുക്കും. യഥാർത്ഥ കൃഷിക്കാരനെ കണ്ടെത്തിയിട്ട് കൊടുക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധ്യമല്ല. ഡിപ്പാർട്ട്മെൻറ്റിൽ ജീവനക്കാരില്ലാത്തതുകൊണ്ടാണോ അത് ഈ പറയുന്ന രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് ജീവനക്കാർ ഓഫീസിലിരുന്നുള്ള അവരുടെ പ്രവർത്തനം കൊണ്ടാണോ സാധ്യമാവാത്തതെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ തൊഴിൽ മേഖലകളിലേക്ക്, അതായത് കൃഷിക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാലാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമാവുള്ളൂ. അവർ ഇറങ്ങി ചെല്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും ഈ പറയുന്ന പരിഹാരം ഉണ്ടാവാതെ പോകുന്നത്. അവർ യഥാർത്ഥ കൃഷിക്കാരൻ്റെ പ്രശ്നം മനസ്സിലാക്കണം, അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം. അതെന്താണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഭരിക്കുന്നതോ ഇനി ഭരിക്കാൻ പോകുന്നതോ ആയോ ഏത് സർക്കാരായാലും ഒരു കൃഷിക്കാരനെ ഇല്ലാതെയാക്കാനുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കൃഷിക്കാരാണ് കേരളത്തിൻ്റെ നട്ടെല്ലിൽ നിന്ന് ബോധ്യമുള്ള ഭരണകർത്താക്കളാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ വിലയിരുത്തി കൃഷിക്കാരൻ അവൻ ലാഭത്തിലാണ്, അവന് ഇപ്പം തന്നെ പറഞ്ഞുതരാം, 5 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ള ഒരു കൃഷിക്കാരന് ത്രിതല പഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നുമില്ല. അത് ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഒരു ഭരണകർത്താക്കൾ ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉദ്യോഗസ്ഥന്മാർ കൊടുത്തേക്കണം 5 ലക്ഷം രൂപ മുകളിലുള്ളവൻ ഇവിടെ വലിയ സമ്പന്നനായിട്ടാണ് കണക്കിൽപ്പെട്ടേക്കുന്നത്. അപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ടിരുന്നു. ഏതാണ്ട് ആദ്യം അളക്കുന്ന പാലിന് 3 രൂപ ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ടിരുന്നു. അവരുടെ ഫണ്ട് അനുസരിച്ച് അവർ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഓഡിറ്റിംഗ് വിഭാഗത്തിലുള്ളവർ വന്നപ്പോൾ അവരൊരു തീരുമാനം ഇട്ടു. 5 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള കൃഷിക്കാർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കണ്ട എന്ന് തീരുമാനം വന്നപ്പോൾ കേരളത്തിലെ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു 10 പശു മുകളിലേക്ക് വളർത്തുന്ന ഒരു കൃഷിക്കാരനും ഈ ആനുകൂല്യം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇന്ന് 5 ലക്ഷം രൂപ വാർഷിക വരുമാനമാണ്, വാർഷിക വരുമാനത്തിലെ ലാഭമല്ല. അതായത് അവന് കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ട് മിച്ചം കിട്ടുന്ന പൈസയല്ല അവർ ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ കിട്ടുന്ന പൈസയാണ്. അപ്പോൾ വാഴ വിറ്റാലും തേങ്ങ വിറ്റാലും ഇന്നെല്ലാം എല്ലാം ഈ പറയുന്ന അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്ത് നടത്തിയാലും അക്കൗണ്ട് വഴി ട്രാൻസ്ഫറും അവർക്ക് പണിക്കാർക്ക് പൈസ കൊടുക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്നും ആകുമ്പോൾ അതിന് രേഖയില്ല. അപ്പോൾ ഒരു ഓഡിറ്റിംഗ് ഇല്ലാത്തതാണ് കൃഷിക്കാരൻ. ആ കൃഷിക്കാരന് ഈ പറയുന്ന രീതിയിൽ ഈ 5 ലക്ഷം രൂപ എന്നുള്ളത് അവനൊരു 7 മാസം ആകുമ്പോഴേക്കും അവൻ ആ ടാർഗറ്റിൽ മുകളിൽ പോകും. അപ്പോൾ അവന് ഈ സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടുന്നില്ല, അത് ലാപ്സായി പോവുകയാണ് ചെയ്യുന്നത്. ആ ഫണ്ട് ലാപ്സായി പോകും. അപ്പോൾ പാലളക്കുന്ന കൃഷിക്കാരൻ ആരോ ആണോ അവൻ പാലളക്കുന്നവന് കൃഷിക്കാരനാണല്ലോ. അവൻ കൃഷിക്കാരനല്ലാതെ ഒരുത്തരും പാലളക്കാൻ പറ്റില്ലല്ലോ. അവൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാലുണ്ടാക്കി ഒഴിക്കുകയല്ലോ. അപ്പോൾ അവന് ചെയ്യേണ്ടത് എന്താ? സർക്കാർ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ കൃഷിക്കാർക്ക് കൊടുക്കണം. ഇത് തന്നെയായിരുന്നു പണ്ട് നെൽകൃഷിയിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ദാരുണമായ അവസ്ഥ നമ്മളെല്ലാവരും കേരളം കണ്ടതാണ്. ഇന്ന് ഒരു അമ്പലത്തിൽ ഒരു പറയിൽ നെല്ലിടണമെങ്കിൽ തമിഴ്നാടിനെയോ ആന്ധ്രയോ ഒക്കെ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. സർക്കാർ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ ഉദ്ധരിക്കാൻ നോക്കി. പക്ഷേ ഒരു കൃഷിക്കാരനും താഴെ പോയാൽ പിന്നെ അവന് ഉദ്ധരിക്കപ്പെടാൻ പറ്റില്ല. വേറൊരു ബിസിനസ് പോലെയോ വേറൊരു കാര്യങ്ങൾ പോലെയല്ല. അവൻ കൃഷിക്കാരന് വളരെ സഹനശക്തിയുള്ളവൻ. അവൻ്റെ ജീവിതത്തിൽ അവൻ എത്രയോ ക്ഷമയുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവൻ ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. ആ ക്ഷമ വിട്ട് കഴിഞ്ഞാൽ അവൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ മുകളിൽ അവന് ഒന്നും ചെയ്യാൻ സാധ്യമാവില്ല. അപ്പോൾ അവൻ നിലനിൽക്കണം. കേരളത്തിലെ കാർഷിക മേഖലയും മൃഗസമ്പത്തും ജൈവ മേഖലയും അതുപോലെ തന്നെ ക്ഷീരമേഖലയൊക്കെ നിലനിർത്തുന്നതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതിൽ എല്ലാവരും വിദഗ്ധരല്ല, എല്ലാവരും IAS-കാരാവണമെന്നില്ല. ഇത് ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്താണ് കൃഷിക്കാരൻ്റെ പ്രശ്നം, അവന് ഏത് രീതിയിൽ സർക്കാർ സർക്കാർ കൂടുതൽ അധികം പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
സർക്കാർ കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ വകകൊള്ളിക്കുന്നുണ്ട്. അത് പല കാര്യങ്ങളായിട്ട് പല രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് യഥാർത്ഥ കൃഷിക്കാരനെ കയ്യിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു മാനദണ്ഡം അവൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലാണ്. നെൽകൃഷിയാണെങ്കിൽ മാനദണ്ഡം അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലാണ്. തേങ്ങ കൃഷിക്കാരനാണെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയാണ്. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പോൾ റബ്ബർ കൃഷിക്കാരനാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറാണ്. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉൽപ്പാദനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന സ്ഥലത്ത് അവന് ഈ പറയുന്ന രീതിയിലുള്ള ഇൻസെൻറ്റീവുകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് യഥാർത്ഥ കൃഷിക്കാരന് അവൻ്റെ കയ്യിലേക്ക് ഇത് കിട്ടും. അല്ലാത്തത് ഈ ഓരോ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ കുറേ ആൾക്കാർ തിരികെ കയറ്റി ഉപയോഗം. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് വളരെ ചെറുപ്പം മുതൽ കൃഷിയിൽ കണ്ട് വളർന്ന് 4 കാളയൊക്കെ എൻ്റെ വീട്ടിൽ, അതായത് 2 കാള ഉണ്ടായിരുന്ന കൃഷിക്കാരനായിരുന്നു ഞാൻ. എൻ്റെ അപ്പൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ആ കൃഷിക്കാരനെ കണ്ടാണ് വളർന്നത്. സ്കൂൾ വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ കപ്പയുള്ള സമയത്ത്, കപ്പ പറിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അമ്മ ഭക്ഷണം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കപ്പ പറിക്കുന്നിടത്ത് പോയി അത് ചെത്താൻ കൂടുന്നു, അല്ലെങ്കിൽ അത് വാരിയിടാൻ കൂടുന്നു. നെല്ല് കൃഷിയുള്ള സമയത്ത് ആ സീസണിലാണെങ്കിൽ നമ്മൾ നെല്ല് ഉണക്കാൻ പോകുന്നു, വൈക്കോല് ചുമക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ ആ പറയുന്ന കൃഷിയോടും ഇതുമൊക്കെ നമുക്ക് യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇന്നും നമ്മളിത് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ എത്ര നാൾ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തന്നെ ഉറപ്പില്ല. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങി. എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ കൃഷിയെ മാത്രമല്ല, ഞാനൊരു PWD കോൺട്രാക്ടറും കൂടി. അപ്പോൾ ഞാൻ 2 മേഖലകളും കൂടി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമായത് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ബിസിനസ്സുകാരിവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പല മേഖലയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കുള്ളൊരു കുഴപ്പം, അവർ ജോലി ചെയ്താലും ഈ സംരംഭം ഇല്ലേ ഡെപ്യൂട്ടേഷനിലേക്കോ എല്ലാമൊക്കെ മാറി പോകുന്നല്ലാതെ അവർക്കുടെ ജോലിക്ക് ഒരു കുറവും വരുന്നില്ല. അതുകൊണ്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ജനകീയ സർക്കാരായ ഈ സർക്കാർ ചിന്തിക്കേണ്ടത് എന്താ? ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇവിടെ കൃഷിക്കാരെ നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോൾ ഇതിനൊരു തീരുമാനമാകും. അതാണ് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. യഥാർത്ഥ കൃഷിക്കാരനെ കണ്ടെത്തി ആ കൃഷിക്കാരന് ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ സമുദായത്തിൻ്റെയോ ഒന്നും ലേവലില്ലാതെ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് അവന് നഷ്ടം വരാത്ത രീതിയിൽ അവന് മാന്യമായി മറ്റുള്ളവരെ കൂട്ടി ജീവിക്കാനുള്ളൊരവസ്ഥ. അതായത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ്റെ കൈ കുഴിനാളം നിർത്തി കാണുമ്പോൾ ഞാൻ നോക്കി അപ്പൻ എന്നെ വൃത്തിയില്ലാതെ നടക്കണേന്ന്. ഇപ്പോൾ എൻ്റെ കൈക്ക് കാണുമ്പോൾ എൻ്റെ മക്കളത് ചിന്തിക്കുക. അങ്ങനെ ഈ സമൂഹം വെറുക്കപ്പെടുന്ന സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പല പിള്ളേരും അല്ലെങ്കിൽ പല മക്കളും അതിൽ നിന്ന് മാറി എങ്ങനെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി സമ്പാദിക്കുന്നത്. അത് വരരുത്. നമ്മുടെ പിള്ളേർ നമ്മുടെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ചിന്തിക്കേണ്ടത് ഇവിടെ കൃഷി ചെയ്താലും മാന്യമായിട്ട് ജീവിക്കാൻ പുറം രാജ്യങ്ങളിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഒരു വിദ്യാസമ്പന്നരായ പിള്ളേരും പോയി ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഇതിലും മോശമായ ജോലികൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവർക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അവിടെ മാന്യതയുണ്ട്, ആ തൊഴിലിന് മാന്യത. ഇവിടെ കേരളത്തിൽ അത് മാന്യത ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ മാന്യത ഇല്ലാതെ വരുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ സമൂഹമാണ്. ഈ ഉദ്യോഗസ്ഥ സമൂഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇവിടെ യഥാർത്ഥ കൃഷിക്കാരനെ കണ്ടെത്തി സർക്കാരിലേക്ക് അല്ലെങ്കിൽ സർക്കാർ മേഖലയിലേക്കോ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിന് ഇന്നാൾ ഞങ്ങൾ കേരള ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഒരു നിവേദനമായിട്ട് ഒരു ഓഫീസ് തലത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം വളരെ മോശമായൊരു അനുഭവമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ നടത്തുക, ഇല്ലെങ്കിൽ നിർത്തി പോവുക, നഷ്ടമാണെങ്കിൽ നിർത്തിക്കൊണ്ട് പോവുക. അതാണ് സർക്കാർ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ നിലപാടാണ് നിങ്ങളെ അറിയിച്ചത് എന്ന് പറയുമ്പോൾ ഈ ജനീയ സർക്കാരിന് അത് ദൂഷ്യമല്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും സർക്കാരിൻ്റെ നിലപാട് അതല്ല എന്നുള്ളത് ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് വീണ്ടും ഞങ്ങൾ സർക്കാരിനെ സമീപിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണം. ഈ പറയുന്ന മേഖലയെ ആണ് ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ലൊടിഞ്ഞാൽ ഇവർ ജൈവ മേഖലയും ക്ഷീരമേഖലയും നഷ്ടപ്പെട്ടാൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിലവസരം നഷ്ടപ്പെടും. ഈ ആയിരക്കണക്കിന് സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്ന ക്ഷീര കർഷകരും അതിൽ നിന്ന് കിട്ടുന്ന ചാണകനും മറ്റുള്ള അസംസ്കൃത സാധനവും കൊണ്ട് കൃഷി ചെയ്യുന്ന കൃഷിക്കാരും
അത് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റേ തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളും എല്ലാവർക്കും അത് ദൂഷ്യമായിട്ട് വരും. അതെല്ലാം തമിഴ്നാടിൻ്റെയോ അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനത്തിൻ്റെയോ കുത്തകയായി മാറും. ഒരു കാര്യം 100% നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഇല്ല എങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ചിന്തിക്കണം, നല്ല പാല് കൊടുത്താൽ പൈസ കൊടുത്ത് വാങ്ങാൻ ഇവിടുത്തെ ജനം തയ്യാറാണ്. കേരളത്തിൽ വരുന്ന അവരെ ബോധവൽക്കരിക്കണം. ഈ പറയുന്ന രാത്രികാലങ്ങളിൽ കേരളത്തിലേക്ക് ഒഴുകുന്ന പാല് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അത് തക്കതായി പിടിച്ച് അത് ഉന്മൂലനം ചെയ്താൽ മാത്രമാണ് ഇവിടുത്തെ ഈ ക്ഷീരമേഖലയിൽ പിടിച്ചു സാധ്യമാവുള്ളൂ. ഇപ്പോൾ സർക്കാരിന് പേടിയാണ്. നമുക്ക് തന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ പാലിന് വില കൂട്ടിയാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് പാലിങ്ങോട്ട് ഒഴുകും, അതുകൊണ്ട് ഈ മേഖല നശിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി അവിടുത്തെ പാലിൻ്റെ വിലയും അവിടുത്തെ കൃഷിക്കാരൻ്റെ അവസ്ഥയും മനസ്സിലാക്കിയതാണ്. തമിഴ്നാട്ടിൽ 1 ലിറ്റർ പാലിന് 60 രൂപയാണ്. സംശയം വേണ്ടി ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി അന്വേഷിക്കട്ടെ. അത് മിൽമ ഇവിടെ അല്ലെങ്കിൽ മിൽമ പോലത്തെ സ്ഥാപനങ്ങൾ ഇവിടെ MRPയിൽ കൊടുക്കുന്ന സാധനത്തിന് അവിടെ 2 രൂപ എക്സ്ട്രാ കൊടുത്താലാണ് കിട്ടുള്ളൂ. കാരണം തണുപ്പിക്കുന്ന പൈസകളും കൂടി സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് 62 രൂപ വേണം 1 ലിറ്റർ പാല് തമിഴ്നാട്ടിൽ പോയി മേടിക്കണമെങ്കിൽ. സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സംഘത്തെ സർക്കാർ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ അയക്കട്ടെ. അവിടെ 32 രൂപയാണ് 1/2 ലിറ്റർ പാലിന്. 1 ലിറ്റർ പാലിന് 62 രൂപ കൊടുത്താലാണ് കിട്ടുള്ളൂ, ചില്ലിങ്കാശിനും കൂടി. ഞങ്ങൾ പല ഷോപ്പുകളിലും പോയതാണ്. അവിടെ സർക്കാരിൻ്റെ പാലുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ സാധനമുണ്ട്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിപ്പോൾ ഏത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. അവിടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ കൃഷിക്കാരൻ്റെ അല്ലെങ്കിൽ ജനത്തിൻ്റെ ആരോഗ്യം വളരെ സംരക്ഷിക്കാൻ സർക്കാർ ഉതകുന്നതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ടാണ് അവരുടെ നല്ല പാലിന് നല്ല വില അവർ കൊടുക്കുന്നുണ്ട്. അവിടെ സുലഭമായിട്ട് അവിടെ ഈ 60 രൂപ കിട്ടുമ്പോൾ അവിടുത്തെ കൃഷിക്കാരന് ലാഭമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ഭൂപ്രകൃതിയും അല്ല കേരളത്തിൻ്റേത്. അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ വില കുറവാണല്ലോ എന്നല്ല, അന്യ സംസ്ഥാനത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേരളം നിൽക്കുന്നത്. 1 കിലോ അരിക്ക് 60 രൂപയായി. 1 കിലോ അരിക്ക് 60 രൂപയായി. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ 400 രൂപയില്ലാതെ കിട്ടില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ശുദ്ധമായ മുളകോ മല്ലിയോ മഞ്ഞളോ കൊടുക്കണമെങ്കിൽ അതിൻ്റേതായ വില കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരും കേരളത്തിലുണ്ട്. നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു മെമ്മോറാണ്ടം കൊടുത്തപ്പോൾ അതിൽ വന്ന ആ കത്തിൽ വന്ന മറുപടിയാണ്, ഞങ്ങൾ പല രീതിയിലുള്ള സബ്സിഡികളും കൃഷിക്കാരന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഇത്ര പൈസ ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഈ മേഖലയിൽ സർക്കാർ ഫണ്ട് മാറ്റിവെക്കണമെന്നും അത് ഉപയോഗിക്കണമെന്നും നമുക്കറിയാം. പക്ഷേ യഥാർത്ഥ കൃഷിക്കാരിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. യഥാർത്ഥ കൃഷിക്കാരിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അവന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിന് വില കിട്ടിയാലാണ് അത് യഥാർത്ഥ കൃഷിക്കാരിലേക്ക് എത്തിയുള്ളൂ. ഒരു സബ്സിഡി പോലും സർക്കാർ നേരിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ഈ സബ്സിഡികളെല്ലാം അവന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ഇൻസെൻറ്റീവായിട്ട് കൊടുത്താൽ അത് അല്ലെങ്കിൽ അവൻ വാങ്ങുന്ന ഇപ്പം ഒരു ലിറ്റർ പാല് വാങ്ങുന്ന കൃഷിക്കാരന് ഒരു കസ്റ്റമറിന് സർക്കാരിൻ്റെ ഡിവിഡൻഡ് ഇത്ര രൂപ എന്ന് നിശ്ചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു തറവില നിശ്ചയിക്കുക. അതായത് ഇപ്പോൾ മിൽമയുടെ റീഡിങ്ങും ഫാറ്റിങ്ങും ഇപ്പോൾ പാൽ കവറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ വിലയിൽ വരുന്ന പാലിന് മിനിമം ഒരു 65 രൂപ മുകളിൽ കൊടുക്കുകയും അതിന് ശേഷം വരുന്ന പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആനുപാതികം വർദ്ധിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരന് ഉത്തമ ബോധ്യമുണ്ട്, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഈ വില കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു സബ്സിഡിയും വേണ്ട. ഈ പറയുന്ന 65 രൂപ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സബ്സിഡികൾ മിൽമയോ അല്ലെങ്കിൽ അതുപോലത്തെ സംഘങ്ങൾക്ക് സർക്കാർ കൊടുത്തോട്ടെ. എന്നിട്ട് അവർ ആ ഡിവിഡൻഡ് എടുത്ത് സാധാരണ വാങ്ങുന്ന കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് പൈസ വേണമെന്നല്ലാതെ വ്യാജമായിട്ട് ഒരു സംഭവം നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് പോലും വേണ്ട. നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൊടുക്കുന്ന പാലിന് നമുക്ക് ഈ വില വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ. പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ടാവും. അതല്ല ഒരു വിഷയം. അതെല്ലാവർക്കും കിട്ടണം. എല്ലാ മേഖലയിലും ഈ ഉൽപ്പാദിപ്പിക്കുന്നവർ എല്ലാവർക്കും കിട്ടണമെങ്കിൽ ഒറ്റ ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ പല കാര്യത്തിൽ നമ്മൾ സപ്ലൈകോ വഴിയൊക്കെ സബ്സിഡി ആയിട്ട് അരി കൊടുക്കുന്നുണ്ട്, മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സപ്ലൈകോയ്ക്ക് അതിൻ്റെ നഷ്ടം സർക്കാർ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക്
പാലിന് ഒരു അടിസ്ഥാന വില തരികയും അതിൽ മിൽമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് വരുന്ന ആനുകൂല്യം മിൽമയ്ക്ക് കൊടുത്തോട്ടെ. അപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഞങ്ങൾക്ക് ധൈര്യമുണ്ട് 65 രൂപ കിട്ടും അല്ലെങ്കിൽ 70 രൂപ കിട്ടും. ആ കിട്ടുന്ന വില മതി, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ 5 ലക്ഷത്തിൻ്റെ പല നിബന്ധനകളും അതിലുണ്ട്. 5 ലക്ഷത്തിന് മുകളിലേക്കുള്ളതിന് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്ര ഒരു 10-100 പശു ഉള്ളതിന് 2 മാറ്റ്. മിൽമയും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈക്കോല് കൃഷിക്കാരനറിയാം ഏറ്റവും ബാർഗൈൻ ചെയ്ത് മേടിക്കാനായിട്ട്. വൈക്കോല്, സൈലേജ്, സ്റ്റീൽ പാത്രം, ഇങ്ങനെയുള്ള സാധനങ്ങൾ സബ്സിഡി ഇറക്കാതെ കൃഷിക്കാരൻ ആ പൈസയും കൂടി 1 ലിറ്റർ പാലിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരൻ ആ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ തയ്യാറാവും. ഇത് പലർക്കും കിട്ടുന്നില്ല. 100 പശു വളർത്തുന്നതിന് 2 മാറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? 100 പശു വെക്കുന്നതിന് 10 ലിറ്റർ ക്യാൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവന് 100 ലിറ്റർ പാലുള്ളതിന് അതിന് അനുപാതികമായിട്ട് സബ്സിഡി കിട്ടുകയാണെങ്കിൽ അവനത് 150-200 ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. നേരിട്ട് കൃഷിക്കാരിലേക്ക് സബ്സിഡി എത്തുക. ഇടത്തലക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങളും അവരുടെ വ്യക്തി താല്പര്യങ്ങളും ത്രിതല പഞ്ചായത്തുകളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് 100% കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല. 20% പോലും കൃഷിക്കാരിലേക്ക് എത്തണില്ല. നേരിട്ട് ഈ പാലിന് വില അല്ലെങ്കിൽ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടിയാൽ നേരിട്ട് അവന് ഫുള്ളായിട്ട് പൈസ കിട്ടും. ആ ഒരു സംവിധാനം സർക്കാർ ആലോചിച്ച്, അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറയ്ക്കാം. അവർ ഇരുന്ന് സബ്സിഡി അത് കൊടുത്തു, അപ്പുറം കൊടുത്തു. പാല് അളക്കുന്നതിന് പൈസ കൊടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വിഷയം തീർന്നല്ലോ. അപ്പോൾ അത് ചെയ്താൽ തന്നെ ഇവിടുത്തെ സമ്പത്ത് നിലനിർത്താൻ സാധ്യമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് ആയിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ബയോഗ്യാസിൽ നിന്നുള്ള ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ഇതും കൊണ്ടുള്ള ഈ ഡബിൾ ബോയിലിങ്ങിൻ്റെ ഇത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളൊരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചെറിയ പാത്രത്തിൽ പാലൊഴിച്ച് തിളപ്പിക്കുമ്പോൾ നമ്മൾ പാല് അടിക്ക് പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യങ്ങളോ ഇല്ല. അപ്പോൾ പാലിൻ്റെ മുഴുവൻ കണ്ടൻറ്റും നമുക്ക് കിട്ടും. അത് നമ്മൾ ശരിക്കും പാൽ തിളച്ച് 100 ഡിഗ്രിയിൽ തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാട മാറ്റി, അതായത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ നെയ്യ് മുകളിലേക്ക് കയറി പാടയായിട്ട് വരുന്നത് പാടയെടുത്ത് നമ്മൾ പ്രാചീന രീതിയിൽ പണ്ടത്തെ രീതിയിൽ തന്നെ നല്ല നിർനെയ്യ് ഉണ്ടാക്കി കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈരിൽ നെയ്യുടെ അംശം കൂടുതലായാൽ തൈരിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു 20%-25% നെയ്യാണ് തൈരിൽ ഉണ്ടായാലാണ് ആ തൈരിന് ക്വാളിറ്റി നിലനിർത്താൻ പറ്റുള്ളൂ. അതായത് തൈരിൻ്റെ നെയ്യുടെ കണ്ടൻറ്റ് കൂടുമ്പോൾ തൈരിൽ എല്ലാവർക്കും അത് ടേസ്റ്റായി തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പാല് തിളപ്പിച്ച് ആ പാലിൽ മുകളിൽ വരുന്ന പാട തണുക്കും തോറും വെട്ടിയെടുത്ത് ഏതാണ്ട് ഒരു 42-44 ഡിഗ്രി ചൂടിൽ ഇത് നമ്മൾ ഉറയൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഞങ്ങളിത് കൊടുക്കുന്നത് 68 രൂപ വിലയ്ക്കാണ്. 1 ലിറ്റർ തൈര് 68 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന നെയ്യ് ഏതാണ്ട് നമുക്ക് 1300 രൂപയ്ക്ക് ലിറ്ററിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഫാം നടത്തി നമ്മൾ അവസാനം തോറ്റുപോകുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊരു അവസാന ശ്രമം എന്ന നിലയിൽ ഒരു 2 മാസമായിട്ട് തുടങ്ങി വെച്ചേക്കുന്ന കാര്യമാണ്. ഏതാണ്ട് ഒരു 300 ലിറ്ററിൻ്റെ പാലും തൈരും പനീറുമായിട്ട് നമ്മൾ 1-2 ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം ഈ പാലിൽ നിന്ന്, നല്ല പാലിൽ നിന്ന്, ശുദ്ധമായ പാലിൽ നിന്ന് ഒരു 80 രൂപയോളം അല്ലെങ്കിൽ 90 രൂപയോളം മൂലവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധ്യമാകുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ സാധാരണക്കാരനായ കൃഷിക്കാരന് അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിൽമയെ പോലുള്ള സംരംഭകരെ കണ്ട് അവർക്ക് പാല് കൊടുക്കുകയും അവരത് പ്രൊഡക്റ്റുകളായിട്ട് മാർക്കറ്റിൽ വരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറയുന്ന മിൽമ 44 രൂപ
ശരാശരി ഒരു കൃഷിക്കാരന് പാല് കൊടുക്കുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് 50% വിലയാണ് അവന് മാർക്കറ്റിൽ കിട്ടുന്നത്. ഏതാണ്ട് ഒരു 75 രൂപയിൽ മുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബൈ പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ വിവിധ തട്ടങ്ങളിൽ പല മേഖലയിൽ ഇത് പോയി കഴിയുമ്പോൾ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് 50% വിലയിൽ താഴെയാണ് കൃഷിക്കാരന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ക്ഷീരമേഖല തളർന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷീര കർഷകർ അല്ലെങ്കിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കേരളത്തിലെ സമൂഹത്തിന് നല്ല ശുദ്ധമായ പാലുൽപ്പന്നങ്ങളും കൊടുക്കുക. അതാത് മേഖലയിലുള്ള കൃഷിക്കാർ ഇത്രയും കൂടി ശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധ്യമാവും എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം സർക്കാരിൻ്റേതായ കരുതലുകളും മിൽമ പാലിന് വില കൂട്ടുമ്പോൾ അങ്ങനെ കൂടിയായാൽ ഈ മേഖലയെ പിടിച്ചു നിർത്താൻ സാധിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ മേഖല ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാൾ ഇത് ഇങ്ങനെ കൃഷിക്കാരന് ഇത് കൊണ്ടു നടക്കാൻ സാധ്യമാവും എന്നുള്ളതിനെ പറ്റി വളരെ രീതിയിൽ ചിന്തിച്ചിട്ട് പോലും ഞങ്ങളെക്കൂട്ടുള്ളവർക്ക് പോലും സാധ്യമാവുന്നില്ല. ഇതുമായിട്ട് നമ്മൾ പാലാണെങ്കിലും തൈരാണെങ്കിലും പനീറാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് അത് മറ്റുള്ളവർക്കൊരു ധാരണയുണ്ട്. ഈ പറയുന്ന രീതിയിൽ നമ്മൾ പാലിന് വില കുറവുള്ള പാലുകൾ ഉപയോഗിക്കണം എന്നൊരു തോന്നലുള്ളവർ തീർച്ചയായിട്ടും അവരാതിൽ ചിന്താഗതിയിൽ നിന്ന് മാറണം. ഒരിക്കലും നമ്മളൊക്കെ ഒരു കൃഷിക്കാരാണ്. ഒരു പശുവിൻ്റെ പാൽ ഉൽപ്പാദനം ഇന്നൊരു 62 രൂപയും മുകളിൽ ഉൽപ്പാദന ചെലവ് വരുന്ന പാല് അവർ ഈ 46 രൂപയ്ക്ക് വാങ്ങി കഴിക്കണമെന്ന് വാശി പിടിച്ചാൽ പാല് പോലുള്ള അല്ലെങ്കിൽ പാലിൽ മായം ചേർത്ത് മാർക്കറ്റിൽ വരുന്ന പാലുകളാണ് അവർക്ക് മേടിച്ച് സാധ്യമാവുകയുള്ളൂ. ഇവിടുത്തെ യഥാർത്ഥ കൃഷിക്കാരനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാടിൻ്റെ തന്മയും ആരോഗ്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥ കൃഷിക്കാരെ ഇവിടെ പശു വളർത്തി പാൽ ഉൽപ്പാദിപ്പിച്ച് അത് മിൽമയിലും അല്ലെങ്കിൽ ഇങ്ങനെ ചെറുകിട സംരംഭമായിട്ട് നടത്താൻ സാധ്യമായാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയെ ആരോഗ്യപരമായ തലമുറയാക്കി മാറ്റിയെടുക്കാൻ സാധ്യമാണ്. അല്ലാത്ത വന്നാൽ പാലിൻ്റെ വില കൂട്ടുമ്പോൾ ബഹളം വയ്ക്കുന്ന ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് സമൂഹമായാലും അവർ വലിയൊരു വിപത്തിനെയാണ് നേരിടുന്നത്. കാരണം ആ കിട്ടുന്ന തുച്ഛമായ ലാഭം വലിയ നഷ്ടമായിട്ട് ഹോസ്പിറ്റലുകളിൽ കൊടുക്കേണ്ട സാഹചര്യം വരും. അത് അറിഞ്ഞ് ഈ സമൂഹം ഇവിടുത്തെ ക്ഷീര കർഷകരെ പിടിച്ചു നിർത്താൻ അതോടൊപ്പം തന്നെ ഇത് നിലനിർത്താനും ക്ഷീര കർഷകർ ഇങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, തൈര് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ പാല് തിളപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് പാട വെട്ടിയെടുക്കുന്ന നെയ്യാണിത്. ഇതാണ് അതിൻ്റെ നെയ്യ്. ഇത് നമ്മൾ പൊടിക്ക് തൈര് ഒഴിച്ചിട്ട് പ്രാചീന രീതിയിൽ തന്നെ, അതായത് പണ്ടത്തെ ഏറ്റവും ടേസ്റ്റ്, നമ്മുടെ പൂർവികന്മാരാണ് നല്ല ഫുഡ് കഴിച്ചിട്ടുള്ളൂ, നല്ല ഭക്ഷണം കഴിച്ച് ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അത് തൈരൊഴിച്ച് ഇത് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് കടയുന്നതിന് മെഷീനുണ്ട്, ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. അടിച്ച് കഴിയുമ്പോൾ ശരിക്കും വെണ്ണയായിട്ട് വരും. ഈ വെണ്ണ നമ്മൾ ഉരുക്കിയിട്ടാണ് നിർനെയ്യ് ഉണ്ടാക്കുന്നത്. ആ നിർനെയ്യ് ഉരുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മോര് കിട്ടും, ശുദ്ധമായ നല്ല മോര് കിട്ടും. അതായത് നെയ്യോട് കൂടി ടേസ്റ്റുള്ള മോര് കിട്ടും. ആ മോരും നമുക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പനീർ നമ്മൾ ഇതിപ്പോൾ ഒരു 10 ലിറ്റർ പാലിൻ്റെ പനീറാണ്. 1,800 ശരാശരി കിട്ടും. അതായത് ചില ദിവസങ്ങളിൽ പൊടിക്ക് വ്യത്യാസം വരാം, എന്നാൽ ആവറേജ് 1,700 1,800 റേഞ്ചിലായിരിക്കും നമുക്ക് 1,800 10 ലിറ്റർ പാല് നമ്മൾ പനീർ ഉണ്ടാക്കുമ്പോൾ 1 കിലോ 800 ഗ്രാമോ 1 കിലോ 700 ഗ്രാമോ കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അത് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിലെ വെള്ളമാണിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എനർജി ഡ്രിങ്ക്സാണ്. ഇത് പല ഉപയോഗങ്ങൾക്ക് സാധ്യമാവും.
നമുക്ക് പൊറോട്ട മേക്കിങ്ങിന് ഉപയോഗിക്കാം, ചപ്പാത്തി കുഴയ്ക്കുന്നതിന് ഉപയോഗിക്കാം, കറികളിൽ ഉപയോഗിക്കാം. ഇതുകൂടാതെ ശുദ്ധമായ ഈ സാധനം 100 ഡിഗ്രിയിൽ തിളച്ച പാലായതുകൊണ്ട് അത് വളരെ കെയറായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഫ്ലേവർ ചേർത്ത് കഴിഞ്ഞാൽ എനർജി ഡ്രിങ്ക്സ് ആക്കാം, അല്ല ചുമ്മാ നമുക്ക് കുടിച്ചാൽ പോലും നമ്മുടെ ശരീര ക്ഷീണമാകുന്നതിന് ഉത്തമമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പാലിൽ നിന്ന് ഒരു സാധനം പോലും വേസ്റ്റില്ല, ഈ പറയുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യവും കാര്യങ്ങളും നമുക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഹൈജീനിക്കായ സ്ഥലം വേണം, സൗകര്യങ്ങൾ വേണം, അതിനുള്ള ഫ്രീസിങ് സൗകര്യം വേണം, അതിനുള്ള കൂളിംഗ് റൂമുകൾ വേണം. സൗകര്യങ്ങളുണ്ടെങ്കിൽ കൃഷിക്കാരന്, പക്ഷേ സാധാരണ കേരളത്തിലെ കൃഷിക്കാരന് ഇതൊന്നും സാധ്യമാവുന്നില്ല. അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും കറക്കുന്നു, അത് എങ്ങനെയും സൊസൈറ്റി കൊടുക്കുന്നു, കിട്ടുന്ന വില വാങ്ങുന്നു. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനാണ് നമ്മളൊരു കൂട്ടായ ശ്രമം വേണ്ടത്, അവരെ പിടിച്ചു നിർത്താനായിട്ട്. ഒരിക്കലും ഈ മേഖല ക്ഷയിച്ചു പോകാതിരിക്കാൻ വേണ്ടി, നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ക്ഷീരകർഷകർ കേരളത്തിൻ്റെ നട്ടെല്ലാണ്. ക്ഷീരകർഷകർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജൈവ സമ്പത്തും കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ജൈവ കൃഷിയിലേക്കൊക്കെ ഒത്തിരി ഊന്നൽ സർക്കാർ കൊടുക്കുമ്പോൾ അതിന് ബൈ പ്രൊഡക്റ്റായിട്ട് പശുവിൽ നിന്ന് കിട്ടുന്നതും ആടിൽ നിന്ന് കിട്ടുന്നതും പന്നിയിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ വേസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള കൃഷിയും ആവിഷ്കരിക്കാൻ സാധ്യമാവും. അപ്പോൾ ഞാനിത് കാണിച്ചു തന്നത് സാമ്പിൾ എന്ന നിലയിലാണ്. നമുക്ക് ഈ പാലിൽ നിന്ന് ഇതല്ലാതെ വീണ്ടും വേറെയും കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പാലൊരിക്കലും ആരെയും ചതിച്ചിട്ടില്ല, അല്ലെങ്കിൽ പാല് കൊണ്ട് ആർക്കും ദൂഷ്യം വരില്ല. പക്ഷേ അത് ബോധവൽക്കരിച്ച് കൃഷിക്കാർക്ക് അത് ഉപയോഗപ്രദമാക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങണം. അല്ലെങ്കിൽ അത് മാന്യമായ വിലയ്ക്ക് മേടിച്ചിട്ട് മിൽമ നല്ല പാല് കൊടുത്ത് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ മിൽമ പോലുള്ള സ്ഥാപനങ്ങൾ തയ്യാറാവുന്നു. പുറത്തുനിന്ന് വരുന്ന വിഷം കലക്കിയ ദ്രാവകം കൊടുക്കാതിരിക്കാൻ അതിനുള്ള ഒരു അവസരം ഇവിടുത്തെ ജനത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്.